നിങ്ങൾ കാറിൻ്റെ ടയർ പ്രഷർ എപ്പോഴാണ് ചെക്ക് ചെയ്യണത്? നമസ്കാരം, കാർ റിപ്പയറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ നമ്മൾ യാത്ര പോകുമ്പോൾ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ അടിച്ചതിന് ശേഷം ഫ്രീ ആയിട്ട് ഇപ്പോൾ നൈട്രജൻ പോലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്താണ് പലരും ടയറിൻ്റെ പ്രഷർ നോക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളാണ് പറയുന്നത്. വീട്ടിലുള്ളപ്പോൾ ടയർ നോക്കുമ്പോൾ ചിലപ്പോൾ പ്രഷർ കുറവായിട്ട് തോന്നാം. നമ്മൾ എന്നാൽ പോകുന്ന വഴി ചെക്ക് ചെയ്യാൻ ഓർക്കും. ചിലപ്പോൾ പമ്പ് കാണാതെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. പമ്പ് കാണുമ്പോൾ പെട്രോൾ അടിച്ച് ടയർ പ്രഷർ നോക്കുമ്പോൾ അത് കറക്റ്റായിട്ടിരിക്കും. അതിന് കാരണം വാഹനം റോഡിലൂടെ ഓടുമ്പോൾ, പ്രത്യേകിച്ച് ഡേ ടൈമിലാകുമ്പോൾ വാഹനത്തിൻ്റെ ടയർ ചൂടാകുകയും അതിനകത്ത് പ്രഷർ കൂടുകയും ചെയ്യും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പലരും അത് ശ്രദ്ധിക്കാതെ വാഹനം അത്യാവശ്യം ദൂരം ഓടിയതിന് ശേഷം ടയർ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കൂടുതലാണ്, അല്ലെങ്കിൽ കറക്റ്റാണ്, അല്ലെങ്കിൽ വലിയ കുറവില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓടാതെ കിടക്കുന്ന വാഹനങ്ങൾ അങ്ങനെ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വേണം ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ. അപ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാകും അതിന് കുറവുള്ളതായിട്ട്. അങ്ങനെ പലരും കൂടുതൽ ദൂരം ഓടിയതിന് ശേഷം ടയറിൽ പ്രഷർ അടിക്കാൻ അല്ലെങ്കിൽ എയർ അടിക്കാൻ നോക്കുമ്പോൾ അത് അടിക്കാൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻ കണ്ടതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത് ഏറ്റവും നല്ല കാര്യം, നൈട്രജൻ ആണെങ്കിൽ അധികം ചൂടാവത്തില്ല. എങ്കിലും നിങ്ങൾ വാഹനം ലോങ് ഡ്രൈവ് പോകുന്നതിന് മുന്നേ ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് തന്നെ ടയറിൻ്റെ പ്രഷർ നോക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം.